ഹായ്, എല്ലാവർക്കും എന്നിലെ ഷെഫിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സബ്ജ സീഡ്സ് ആണ്. സബ്ജ സീഡ്സ് അഥവാ ബേസിൽ സീഡ്, ബേസിൽ പ്ലാന്റിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ബേസിൽ സീഡ്. ബേസിൽ പ്ലാന്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ തുളസിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. മധുര തുളസി എന്ന് പറയും. നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ കിട്ടുന്ന തുളസിയുടെ പൂക്കൾ കൊണ്ടിട്ട് എങ്ങനെയാണ് സബ്ജ സീഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ ഉണങ്ങിയ തുളസി പൂക്കളാണ് എടുക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം സബ്ജ സീഡ്സ് നമുക്ക് ഇതിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ഞെരടി കൊടുക്കുമ്പോഴത്തേക്കും ആ പൂക്കളൊക്കെ ആ കമ്പിൽ നിന്ന് വിട്ടുപോരും. എന്നിട്ട് ആ കമ്പ് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിങ്ങനെ 2 കൈകൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കണം. അപ്പോഴത്തേക്കും അതിൻ്റെ വിത്തുകളൊക്കെ പൂക്കളിൽ നിന്ന് കൊഴിഞ്ഞു വരുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞെരടി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ചെറിയ തുളകളുള്ള ഒരു അരിപ്പ എടുത്തിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോഴത്തേക്കും അതിൻ്റെ വിത്തുകളൊക്കെ നമുക്ക് താഴോട്ട് പോരും. പൂക്കൾ മാത്രം അരിപ്പയിലുണ്ടാവും, വിത്തുകളൊക്കെ താഴോട്ട് പോരും. എന്നാലും ചെറിയ പൊടികളൊക്കെ ആ വിത്തുകളിൽ ഉണ്ടാവും. അപ്പോൾ അത് മാറ്റാനായിട്ട് ആ നേരത്തെ എടുത്ത അരിപ്പയിൽ തന്നെ കുറച്ചുകൂടെ ചെറിയ തുളകളുള്ള ഒരു അരിപ്പയാണ് എടുത്തേക്കുന്നത്. അതിൽ നിന്ന് ആ പൊടികളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ വിത്തുകൾ മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ വിത്തുകൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സബ്ജ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കായിട്ട് ഞാനൊരു കപ്പിൽ ചൂട് വെള്ളം എടുത്തേക്കാണ്. ഇതിലോട്ട് നമ്മുടെ എടുത്ത് വെച്ചേക്കുന്ന സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഒരു 3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സബ്ജ സീഡ്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ സബ്ജ സീഡ് എന്ന് പറയുന്നത് നമ്മുടെ കസ്കസിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കുറവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ പുതിയ ഡിഷസ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിനടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലും ഞാൻ പുതിയ ഡിഷസ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.